അവിടെ എന്താ ഫോണും മരുമോളും കിടക്കുന്നത് കൊച്ചു കൊച്ചു കൊച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളി കാട്ടാമല എന്ന സ്ഥലത്താണ് അർജുൻ ആയങ്കിക്കായി പോലീസ് പരിശോധന നടത്തിയത്. ഈ ഭാഗത്തുള്ള 4 വീടുകളിൽ അർജുൻ ആയങ്കിക്കായി പോലീസ് പരിശോധന നടത്തി. ഇത് ഒരു വീടാണ്. ഈ വീട്ടിലേക്ക് അർദ്ധരാത്രിയോടെയാണ് പോലീസ് സംഘം എത്തിയത്. ഈ സമയം വീട്ടിലുള്ളവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. പോലീസ് സംഘം ഇവിടേക്ക് എത്തി അർജുൻ ആയങ്കി എവിടെയാണ് എന്നാണ് ചോദിച്ചത്. എന്താണ് രാത്രി സംഭവിച്ചത്? രാത്രി ഒരു 12:30 കുറേ പോലീസുകാർ വന്ന് വീട് തുറന്ന് പെരയ്ക്കകത്ത് കയറി. അവർ പിന്നെ കട്ടിലിനടിയിലും ഉറങ്ങിക്കിടന്ന പിള്ളേരെയെല്ലാം വലിച്ചു പോക്കി എഴുന്നേൽപ്പിച്ചു. പെര മുഴുവനും അവർ തപ്പി. മുറിയിലെല്ലാം ലൈറ്റ് അടിച്ച് നോക്കുകയും കട്ടിലിനടിയിലും പാതകത്തിൻ്റെ കീഴയിലും ഇവരെല്ലാം അവിടെ എല്ലാം തപ്പി. ഞങ്ങൾ ചോദിച്ചു എന്താ വന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല. ഒന്നും പറയാതിരുന്ന ഇവർ ഈ വീട് മുഴുവൻ അരിച്ച് പറക്കി അങ്ങനെ മുറി കയറി. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കുഞ്ഞു കൊച്ച അവിടെ കിടപ്പുണ്ട്, അതിനെ വലിച്ചു പൊക്കല്ലേ എന്ന് പറഞ്ഞു. വനിതാ പോലീസും ഉണ്ടായിരുന്നോ അവരുടെ സംഘത്തിൽ? ഒരാളുണ്ടായിരുന്നു. അവരായ മുറിയിലെല്ലാം കയറി നോക്കിയത്. മറ്റേ പോലീസുകാരെല്ലാം അങ്ങേ മുറിയിലും അടുക്കളയിലും എല്ലാം അവരെല്ലാം ചെന്ന് നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാറേന്ന് ചോദിച്ചപ്പോൾ ഇവരൊന്നും പറയുന്നില്ല നമ്മളോട്. ഒന്നും പറയാതെ കൊണ്ടായി ഈ പോലീസുകാരെല്ലാം കൂടെ നമ്മുടെ മുറിയിലോട്ട് കയറി വന്നത്. അർജുൻ ആയങ്കി എവിടെയാണ് എന്നാണ് അവർ ചോദിച്ചത്. അങ്ങ് ഇവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതെ അതെ, അർജുൻ ആയങ്കി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, എവിടെയെന്നല്ല ഉണ്ട്, വീടുകളിൽ എവിടെയോ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വന്നത്. ആദ്യം 10:30 വന്നു. അതിനുശേഷം നമ്മൾ കാര്യം പറഞ്ഞ് പോയതാണ്. അതിനുശേഷമാണ് 12:30 തിരുവല്ലയിൽ നിന്നും പെരുമ്പിട്ടിയിൽ നിന്നുള്ള പോലീസുകൾ ഉൾപ്പെടെ വന്ന് വീടുകൾ മുഴുവനും കയറി സെർച്ച് ചെയ്തത്. ഇവിടെ എത്ര വീടുകളിലാണ് പരിശോധന നടത്തിയത്? ഇവിടെ 60 വീടുകളാണ് ആകെ ഉള്ളത്. 5 വീടുകളിലാണ് കയറിയത്. അപ്പോഴത്തേന് DYFI പ്രവർത്തകർ ഇവിടെ വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് കീഴ്വായ്പൂർ CI തിരിച്ച് പോലീസുകാരെ മുഴുവനും തിരിച്ചു വിളിച്ചത്. അർജുൻ ആയങ്കിയെ പോലെ ഒരാൾ ഇവിടെ എത്തുമെന്ന് പോലീസിന് എങ്ങനെയാണ് സംശയം തോന്നിയത്? അവരെ ആരോ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമാണ് പറയുന്നത്. വേറെ ഒരു ഇൻഫർമേഷനും പറയുന്നില്ല. ഇവിടുത്തെ വീടുകൾ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഒരാളെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയൊരു വീടുകളല്ല ഇവിടെ ഉള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. തീരെ പാവപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന പ്രദേശമാണ്. പക്ഷേ അതുപോലും കണക്കാക്കാതെയാണ് 12:30 വന്ന് വീടുകൾ മുഴുവനും സെർച്ച് ചെയ്യണം എന്ന നിലപാടെടുത്ത് സെർച്ച് ചെയ്തത്. അപ്പോൾ പോലീസിന് ഒരു വിവരം ലഭിച്ചു കാണും അർജുൻ ആയങ്കി ഈ കാട്ടാമല എന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വിവരം ആര് നൽകിയതായിട്ടാണ് നിങ്ങൾക്കൊരു സൂചന ലഭിക്കുന്നത്? നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുറേ കാലമായി ഇവിടുത്തെ CPMനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശം ആകെ CPMൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ വീടുകളും CPM പ്രവർത്തകരാണ്. അത്തരത്തിൽ ഉള്ള ഒരു ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ നിരന്തരം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ഇടുന്നുണ്ട്, MLAക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കാൻ സാധ്യത. അല്ലാതെ ഈ ഒരു പ്രദേശത്ത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുള്ള പ്രദേശമല്ല. 4 വീട് റെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ അത് വീഡിയോയിൽ പിടിച്ചു. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം അവർ റെയ്ഡ് നിർത്തി മടങ്ങിയത്. സത്യത്തിൽ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ ഈ റെയ്ഡ് നടന്നത്. അതിൻ്റെ പ്രേരണ എന്താണ്? ഗുരുതരമായ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്? ആരുടെ ഫോൺ കോളാണ് പോലീസിന് വന്നത്? ബോധപൂർവം CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മിഥുനെ ഉൾപ്പെടെയുള്ള വീടുകൾ റെയ്ഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നിസ്സാരമായ പ്രശ്നമല്ല. CPMൻ്റെ മല്ലപ്പള്ളി ഈസ്റ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് മാത്രമല്ല, SFIയുടെ ഏരിയ പ്രസിഡന്റ് രാഹുൽ, അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തു. അതുപോലെയാണ് 4 വീടുകളിൽ കയറി എന്ന് പറയുമ്പോൾ എത്ര മൃഗീയമായിട്ടാണ്. അവിടെ സ്ത്രീകളെ കൈക്ക് പിടിച്ച് വലിച്ചിരിക്കുന്നു. ആ തങ്കമണിയുടെ വീട്ടിലാണ് ആ സംഭവം നടന്നിട്ടിരിക്കുന്നത്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീടുകളാണ്, അവിടെയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഭയന്നു പോയി? ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ താമസിക്കുക. ഞാൻ തന്നെയുള്ളൂ. എൻ്റെ വീട്ടിൽ കുറേ പോലീസുകാർ കയറി വന്നപ്പം നമ്മൾ രാത്രിയിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എന്താണെന്ന്. എനിക്കാണ് ഇവിടെ എൻ്റെ മോനാണെന്നറിയാം, അവനൊരു ചെവിക്ക് ഇച്ചിരി കേൾവി കുറവുണ്ട്. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ 2 കുഞ്ഞുങ്ങളും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ ഉറങ്ങിയ കുഞ്ഞുങ്ങളെ അവർ കട്ടിലേന്ന് വലിച്ചു ഇറക്കിയത്. അവരെത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു ഈ പോലീസ് സംഘം? ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നല്ലേ? അരമണിക്കൂർ ഉണ്ടായിരുന്നു അവരിവിടെ. പോകാൻ നേരം അവരെന്ത് പറഞ്ഞിട്ടാണ് പോയത്? ഒന്നും പറഞ്ഞില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവരെ തിരിച്ച് വിളിച്ച് അങ്ങ് പോവുകയായിരുന്നു. അപ്പോഴത്തേനും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വരുന്നു എന്ന് കേട്ടുകൊണ്ട് ഇവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്.
കാട്ടാമലയിൽ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടേത് ഉൾപ്പെടെ വീടുകളിലാണ് പോലീസ് സംഘം അർജുൻ ആയങ്കിക്കായി പരിശോധന നടത്തിയത്. അർജുൻ ആയങ്കി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഫോൺ കോളിന്റെ പുറത്ത് ആണ് പോലീസ് സംഘം ഇവിടേക്കെത്തി ഇവിടെയുള്ള വീടുകളിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിയത്. അതിൽ പ്രതിഷേധവും ഇവിടെയുള്ള ആളുകൾ ഉയർത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.